പന്നീന്റെ മോനെ ഈ അലാക്കിലെ ഓടിപ്പ്. അല്ലോ നിങ്ങളായിരുന്നു? നിങ്ങളുടെ മോനെന്താണ് ഇപ്പൊ ഒരുമാതിരി ജിന്നിനെ കണ്ട മാതിരി? കാര്യം പറയടോ. അവള് മരിച്ചു. നിങ്ങൾ ആരെങ്കിലും പൊക്കിയാ? വയസ്സെത്ര? 14 16? കമ്മീഷണർ മായാപ്പിള്ള മരിച്ചു. കൊന്നോടോ പിള്ളേ? കൊല്ലാൻ വേണ്ടി ആയിരുന്നില്ലടോ. അവള് ബലം പിടിച്ചപ്പോ ഒരു കയ്യബദ്ധം പറ്റിയതാ. നിങ്ങളുടെ ഒടുക്കത്താർത്തി കണ്ടപ്പോഴേ നമ്മൾ കരുതിയതാ ഇതിങ്ങനെ വരുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, മനഃപൂർവ്വം അല്ലായിരുന്നു. ഏതായാലും നിങ്ങൾ ബേജാറാണ്ടിരിക്കേ. ഓടെ മയത്തിന്മേ ചെറിയൊരു ഡെക്കറേഷൻ. സംഗതി ആത്മഹത്യ. എന്തേ? എന്നെ കൊണ്ടൊന്നും വയ്യ. ഇങ്ങനെ ആരെങ്കിലും വിളിച്ചോന്ന്? ഒക്കെ നമ്മളേറ്റെന്ന്. കയ്യില് കുപ്പി ഉണ്ടെങ്കിൽ 2 എണ്ണം കൂടെ വീശിയിട്ട് വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. നാളെ പുലരുമ്പോ ഒരു ഫോൺ വരും. ആദ്യം ഒന്ന് ഞെട്ടണം. എന്നിട്ട് ഷർട്ടും മേലൊരു കറുത്ത തുണിയും കുത്തി ചുണ്ടും വിറപ്പിച്ച് ഓടെ വീട്ടിലോട്ടങ്ങ് പോയാ മതി. നിങ്ങൾ കേറിപ്പോയിന്ന്. നിങ്ങൾ കേറുന്നു. പിറ്റേന്ന് മായാപ്പിൾ ആത്മഹത്യ ചെയ്തു എന്ന് വാർത്ത അറിഞ്ഞ അവിടെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ കണ്ടത് കയ്യിൽ ഹാങ്കപ്പ് അണിഞ്ഞ് വെയിൻ മുറിച്ച് മരിച്ചു കിടക്കുന്ന മായയാണ്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. കൊലക്കുറ്റത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ മൂസ തെളിവെല്ലാം വായിച്ചിരുന്നു. ജ്ഞാപകമാണ് സാർ, മായ കൊന്നത് ഞാൻ തന്നെയാണ്. DGP വിശ്വസിച്ചിരിക്കുന്നത് അയാളുമായി ഉണ്ടായ മൽപ്പിടുത്തത്തിൽ കട്ടിലിൽ തലയടിച്ച് അവർ മരണപ്പെട്ടുവെന്ന്. ആ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റിയെന്നാണ് മൂസ പിള്ളയെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. DGP പിള്ള അവിടെ നിന്ന് പോന്നതിനും മൂസ മായാപ്പിള്ളയുടെ വീട്ടിൽ ചെന്നതിനും ഇടയ്ക്കാവണം യഥാർത്ഥ കൊലയാളി അവിടെ വന്ന് പോയിട്ടുണ്ടാവുക. അപ്പോ മൂസയെ കിട്ടിയാൽ ഇതിന്റെ സത്യം അറിയാം. ഇതിലും ഭേദം ജയിലായിരുന്നു. കുറച്ചു ദിവസമായിട്ട് നമ്മൾ ഇവിടെ കിടന്ന് ശ്വാസം മുട്ടുക. നിങ്ങൾ എന്താന്ന് വെച്ചാ പെട്ടെന്ന് തീരുമാനിക്കും. ഒന്ന് തുള്ളാന്നില്ലടോ കാക്ക, അല്ലെങ്കിൽ താൻ അവന്റെ മറ്റേടത്തേക്കല്ലേ തന്റെ ശ്വാസം മുട്ടിൽ അവൻ മാറ്റി തരും. ഒന്നും വേണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുക. നേരെ ചൊവ്വ ഒരു വറ്റിറങ്ങുന്നില്ല എനിക്ക്. അരി എത്തിയാൽ പിന്നെ വറ്റിറങ്ങാൻ പ്രയാസമായിരിക്കും മൂസ. പോലീസിന്റെ കയ്യിൽ നമ്മളെ കിട്ടിയ അവരിടിച്ചു പിഴി. എന്റെ ശരീരം വേദനിച്ച എല്ലാരെയും നമ്മൾ കരയിപ്പിക്കും. അതിനു മുമ്പ് നമ്മളെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കോളി. 14 ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞാൽ മൂസയെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അവിടെ അവൻ മുട്ടുകുത്തും. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ മൂസയെ പിന്നെയും ഇവിടെ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ തനിക്കും ഒപ്പം എനിക്കും? അതെ, അതാണ് നമ്മൾ പറഞ്ഞത്. ഗ്വാളിയർ പാലസിലോ മൈസൂർ പാലസിലോ എങ്ങോട്ടെങ്കിലും നമ്മളെ മാറ്റിയാ മതിയെന്ന്. പക്ഷേ തമ്പുരാൻ ഒന്നോർക്കണം, 1 2 കോടി രൂപയുടെ ലാഭമല്ല നമ്മൾ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. പാലസിലാണെങ്കിലും പണം വേണം ജീവിക്കാൻ. പക്ഷെ പിണത്തേൻ ജീവിക്കാൻ പണം വേണ്ട മൂസയെ. സാഹിബിന് പോലീസുകാർ തല്ലിക്കൊന്ന് കൊണ്ടിട്ടതാണ് അവിടെ.
അല്ലാതെ യുവമാരുടെ കയ്യിലുണ്ടായിരുന്ന സാഹിബ് എങ്ങനെ ഇവിടെ കത്തി കിടക്കും? പറയടാ, നിന്റെയൊക്കെ കൈ കൊണ്ടല്ലേ ഞങ്ങളുടെ സാഹിബിനെ അടിച്ചു കൊന്നത്? എടുക്കടാ കൈ. Allah.